മറിയം പറഞ്ഞു, ഇതാ കർത്താവിന്റെ ദാസി, നിന്റെ വചനം പോലെ എന്നിൽ ഭവിക്കട്ടെ. അപ്പോൾ മുതൽ ദൂതൻ അവളുടെ മുമ്പിൽ നിന്ന് മറഞ്ഞു. ലൂക്കായുടെ സുവിശേഷം 1:38 ഈശോയിൽ ഏറ്റവും പ്രിയപ്പെട്ട സഹോദരി സഹോദരങ്ങളെ, ഇത് നമ്മൾ ഈ വചനത്തെക്കുറിച്ച് ധ്യാനിക്കുമ്പോൾ ദൈവിക പദ്ധതിയോട് ബന്ധത്തിരിക്കുന്ന, അതിനോട് ചേർന്ന് പോകുന്ന പരിശുദ്ധ അമ്മയാണ് കാണാൻ സാധിക്കുക. തൻ്റെ ഇഷ്ടങ്ങളെല്ലാം മാറ്റിവെച്ച് തൻ്റെ പോരായ്മകളിലും കുറവുകളിലും ദൈവം നൽകിയ കൃപ ഒഴുകി തന്നെ ശക്തയാക്കുമെന്ന മറിയത്തിന് നല്ല ബോധ്യം ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് മറിയം ദൈവിക പദ്ധതിക്ക് പൂർണ്ണമായിട്ടും കീഴ്വഴങ്ങിയത്. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും നമ്മുടെ ഇഷ്ടങ്ങളെ മുറുകെ പിടിക്കുമ്പോൾ നമ്മെക്കുറിച്ചുള്ള ദൈവിക പദ്ധതി പൂർത്തിയാകുന്നില്ല. ദൈവത്തിൻ്റെ ഇഷ്ടങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നിറവേറ്റപ്പെടണമെങ്കിൽ നമ്മൾ ദൈവത്തിന് നമ്മെ തന്നെ പൂർണ്ണമായി സമർപ്പിക്കുകയും ദൈവം നമ്മളിലൂടെ പ്രവർത്തിക്കുന്നതിന് ഉതകുന്ന നല്ല ഉപകരണങ്ങളാകുവാൻ തയ്യാറാവുകയും ചെയ്യണം. അതാണ് മറിയവും ചെയ്തത്. അതുപോലെ നമുക്കും മറിയത്തിൻ്റെ മാതൃക സ്വീകരിച്ചുകൊണ്ട് ആ അമ്മയുടെ മാധ്യസ്ഥം യാചിച്ച് ഈ ദിവസങ്ങളിൽ എളിമയോടുകൂടി ദൈവിക പദ്ധതിയോട് ചേർന്ന് നിൽക്കുവാനുള്ള ശക്തിക്കും കൃപയ്ക്കും വേണ്ടി പ്രാർത്ഥിക്കാം. നമ്മുടെ കർത്താവായ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നമ്മോടുകൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.